അവരപ്പുറം ഇപ്പുറം നീക്കിടണ്ട്, അവർക്ക് ഒന്നും പറയാൻ പറ്റണില്ല. ഞങ്ങളെ മക്കളെന്താ സാറേ, എനിക്ക് പണം വേണ്ട. എന്താണ് അമ്മ സംഭവിച്ചത്? സംഭവിച്ചത് സെക്യൂരിറ്റി ജോലിക്കെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇത് തുമ്പെ സ്വദേശി പ്രിയനാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് രണ്ടാഴ്ച മകൻ വിളിച്ചിരുന്നതിന് ശേഷം പിന്നീടായപ്പം ഒരു 22 ദിവസത്തെ ട്രെയിനിങ് മകൻ്റെ കൊടുത്തു. ഈ കൊടുത്തിരുന്നതിന് ശേഷം ബിനീതിനെയും പ്രിൻസ് എന്ന് പറഞ്ഞ മകനെ ഒരു ഇതിലാക്കി, ടിനുവിനെന്ന് പറഞ്ഞ മകനെ ഒന്നിലാക്കി, അങ്ങനെ 2 സെക്ഷനാക്കി. അപ്പോൾ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ മകൻ്റെ ഞാൻ വെടിയേറ്റ് ബോംബ് അപകടത്തിൽ നിന്ന് ഇതായി. 2 ആഴ്ച കഴിഞ്ഞ് അവൻ 5 ആശുപത്രി മാറി. 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഒരു മൊബൈൽ മേടിച്ച് ആശുപത്രിയിൽ നിന്ന് അനിയൻ്റെ നമ്പർ അറിയാണ്ട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളെ പറ്റിപ്പിച്ചതാണ്, യുദ്ധത്തിലേക്കാണ് കൊണ്ടുപോയത്, ഞങ്ങൾ സെക്യൂരിറ്റി ജോലിക്കല്ല കൊണ്ടുപോയത്, 1 വർഷത്തെ കറാല് ചെയ്താണ് കൊണ്ടുപോയത്, എത്രയും പൊക്കം ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്, പ്രിയൻ തുമ്പ സ്വദേശീനെ പൊക്കണം എന്ന് പറഞ്ഞു. പ്രിയൻ എന്ന് പറയുന്ന ആളാണ് തുമ്പ സ്വദേശിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അവൻ അതിന് മെയിൻ ആൾ ഈ പ്രിയൻ്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ അലസ് രൂപ വാങ്ങിച്ചു ഓരോരുത്തരും 7 മേടിച്ച് 7 ലക്ഷം രൂപ വാങ്ങി. അവിടെ എന്ത് ജോലി സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയിട്ട് പിന്നെ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് ഇങ്ങനെ അപകടം പറ്റതിന് ശേഷമാണ് മകൻ വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് 3 പേര്, ടിനുവും ബിനീത് പറഞ്ഞ മകൻ 2 പേരും യുദ്ധത്തിൽ നടുക്കാണ് നിൽക്കുന്നതെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിന് അപകടം പറ്റിയതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നെ അവർ എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്ത് 1 മാസത്തിനുള്ളിൽ മകനെ വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ കമാൻഡറിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ 1 മാസത്തെ ലീവ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാ ലീവിൽ മകൻ ഇപ്പോൾ 13 ദിവസത്തെ 13 ദിവസത്തെ ചികിത്സ ലീവിലാണ് നിൽക്കുന്നത്. വിനീതിന്റെ അമ്മയാണോ? വിനീതും ടിനുവിനോ സംസാരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അയ്യോ, അവരപ്പുറം ഇപ്പുറം നീക്കിടണ്ട്, അവർക്ക് ഒന്നും പറയാൻ പറ്റണില്ല. അവർക്ക് തള്ളമാർക്കൊന്നും പറഞ്ഞൂടെ, നിങ്ങളെ മക്കളെ എത്തിച്ച് തന്നാതി എത്രയും വേണ്ട, അവരിന്നോ നാളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കണ. എൻ്റെ മൂത്ത മോനിങ്ങനെ കാണുന്ന ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത് കഴിഞ്ഞ് പിന്നീട് ഈ മനുഷ്യ തട്ടിപ്പ് നടന്നത് CBI ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. CBI ഇവിടെ വന്നിരുന്നു. ഞങ്ങളെ വാമൊഴി എടുത്ത് ഞങ്ങൾ അവിടെ വിളിപ്പിക്കുകയും ചെയ്ത് അവിടെയും വാമൊഴി എടുപ്പിച്ചുണ്ടോ? മൊഴിയെടുത്തു. അവരവിടെ പോയിട്ടും ഉണ്ടായിരുന്നു. തട്ടിപ്പാണെന്ന് അവർ പറഞ്ഞോ നിങ്ങളോട്? അവർ തട്ടിപ്പാണെന്ന് പറഞ്ഞു. അവരെന്തര പിള്ളേർ പറഞ്ഞാണ് നമുക്കറിയാം ഇത് സെക്യൂരിറ്റി ജോലിക്ക് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത്. സംഭവിച്ചത് ഇത് ടിനുവിന്റെ അമ്മയാണ്. പിന്നീട് പോയതിനു ശേഷം ഒന്നും വിളിക്കുകയോ ഒന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല. എവിടെ ഉണ്ട് എവിടെയാണെന്നോരൊന്നും പ്രിൻസാണ് പറയുന്നത്. ടിനുവും അവിടെ എവിടെ കുടുങ്ങി കിടക്കണമെന്ന് ഈ യുദ്ധത്തിന്റെ ഇടയിലാണ് കിടക്കണമെന്ന്. ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനാണ് പറയണത്. ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം അവന്റെ ആശ്രയം മാത്രമേ എനിക്ക്. നിങ്ങളെങ്ങനെ കുടുംബം? ഇതെന്റെ സഹോദരന്റെ ഭാര്യയാണ്. എന്നുവെച്ചാൽ സഹോദരന്റെ സഹോദരി, ഭർത്താവിന്റെ സഹോദരിയാണ്. ഇതെന്റെ മൂത്ത ചേച്ചിയാണ്. ഒരു കുടുംബം തന്നെയാണ്. ഈ ഇവിടെ കുടുംബം ആകെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ മക്കളെന്താ സാറേ, എനിക്ക് പണം വേണ്ട, ഞങ്ങളെ മക്കളെ കൊണ്ടെത്തിച്ച് തന്നാ മതി, ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ മാത്രം. ഈ വലിയ തുക, വലിയ ശമ്പളമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്താണ് നികേഷ് ഇവരെ ഓരോരുത്തരെയും കൊണ്ടുപോയത്. എത്ര രൂപ ശമ്പളം ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞിരുന്നത്? 2 ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത്. മാസം 2 ലക്ഷം രൂപ പിള്ളേരെ കൊണ്ടുപോയത്. അതാണ് പിള്ളേർ വീണ്ടും പോയത്. 7 ലക്ഷം രൂപ എങ്ങനെയാ സംഘടിപ്പിച്ചാ കൊടുത്തത്? നമ്മൾ പലിശയൊക്കെ എടുത്ത് പിന്നെ ഫൈനൊക്കെ എടുത്ത് കടം മേടിച്ച് നമ്മൾ കൊടുത്തയച്ചത്. ലോണൊക്കെ എടുത്താണ് നമ്മൾ കൊടുത്തയച്ചത്. എന്നാൽ ഇപ്പം കടത്താർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊരു സമാധാനം പറയും നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്താണെന്ന്. ജീവനോടെ വരെയും കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഈ പ്രിൻസിന് പരിക്കേറ്റത് എങ്ങനെയാണ്? പ്രിൻസ് വിളിച്ച് പറഞ്ഞ് എന്താ സംഭവിച്ചതെന്നാ പറഞ്ഞത്? പ്രിൻസ് സംഭവിച്ചെന്ന് വെച്ചാൽ മകൻ്റെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ആൾ മൊബൈൽ കൊടുത്തു പറഞ്ഞു, എൻ്റെ അനിയനൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എടുത്ത് വീട്ടിലൊന്നും പറയണ്ട, ഞാൻ പരിക്ക് പറ്റിയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം മകൻ്റെ ഇങ്ങനെ ചെവിക്ക് അവിടെ വെടിയേറ്റ്. ചെവി കേൾവിക്ക് ഇപ്പം കുറവാണ് മകൻ്റെ. അപകടത്തിൽ കേൾവി കുറവുണ്ടായി. പിന്നെ ബോംബ് പൊട്ടി 2 കാലും അഭയങ്ങളെല്ലാം മുറിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് 2 പേര് നടുക്കാണ് കിടക്കുന്നത്, യുദ്ധത്തിലേക്ക് നടുക്കാണ് കിടന്നത്. ഞങ്ങളെ 3 പേര്. മകൻ്റെ ഇപ്പം ആഹാരം ഒന്നുമില്ല, സഹായിക്കാൻ പോരാരില്ല, ഒരു കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിച്ചാണ് കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ 3 പേരും കൊണ്ട് തേടുന്ന താഴ്മയുടെ കിടക്കുന്നത്. ഈ പ്രിയനെന്ന് പറഞ്ഞ വ്യക്തി തുമ്പെ സ്വദേശിയാണ് എൻ്റെ മക്കളെ ചതച്ചത്.
ഏതായാലും പ്രിൻസിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പ്രിൻസ് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ഒരാളുടെ നമ്പർ സംഘടിപ്പിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ പരിക്കേറ്റ ചിത്രങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പ്രിൻസിനെ ഇടയ്ക്കൊക്കെ ഇവർ കുടുംബക്കാർക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കി രണ്ടുപേർ വിനീത്, ടിനു എന്നിങ്ങനെ രണ്ടുപേർ യുദ്ധമുഖത്ത് തന്നെയാണ്. ഈ പരിക്കേറ്റത് കൊണ്ടാണ് പ്രിൻസിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും വിളിക്കാനൊക്കെ പറ്റുന്നത്. ഇത്രയും വേഗം ഇവരുടെ മക്കളെ തിരിച്ചു വേണമെന്ന ആവശ്യം, അത് ന്യായമായ ഒരു ആവശ്യം അവർ വേദനയോടെ പങ്കുവയ്ക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള വിദേശകാര്യമന്ത്രിയാണ് അടക്കമുള്ളവർ ഈ വീട് സന്ദർശിക്കുകയും ആവശ്യമായതൊക്കെ ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദുഃഖസാന്ദ്രമായൊരു സാഹചര്യമാണ് അഞ്ചുതെങ്ങ് ജംഗ്ഷന് തന്നെ സമീപമുള്ള 3 കുടുംബങ്ങളുടെ കാര്യം. റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പിനിരയായതാണ്. ഇവരോട് അവിടെ സെക്യൂരിറ്റി ജോലിയാണ്, റഷ്യയിലാണ്, 2 ലക്ഷം രൂപ ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് കൊണ്ടുപോയത്. 7 ലക്ഷം രൂപ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയാണ് അവിടേക്ക് എത്തിച്ചത്. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം പിന്നീട് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അവിടെ സംഭവിച്ചത് യുക്രൈൻ യുദ്ധമുഖത്തേക്ക് റഷ്യയുടെ പടയാളികളായി കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് പരിക്കേറ്റു. അങ്ങനെ പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഒരു ഫോൺ സംഘടിപ്പിച്ച് വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മനുഷ്യ തട്ടിപ്പും മനുഷ്യരെ റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങളുമൊക്കെ CBI അന്വേഷിക്കുന്നുണ്ട്. CBI ഈ സംഭവം വ്യക്തമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ മൊഴിയും എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്.